പാറ്റേണും കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേണുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു അലോയ് പാറ്റേൺ. 8 വേ പവർ അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ്സ് ആണ് ഫ്രണ്ടിൽ 2 സീറ്റിലും വന്നിട്ടുള്ളത്. അതുപോലെ സീറ്റ് മസാജ് ആയിരിക്കും, ഏത് പോർഷനിലാണ് എങ്ങനെയാണ് മസാജ് സീറ്റ് വർക്ക് ചെയ്യണത് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ പുതിയ ടയറിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജർമ്മൻ ഓട്ടോമാറ്റിക് മാനുഫാക്ചറിനെ കുറിച്ച് പറയുന്ന സമയത്ത്, ജർമ്മൻ കാർസിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് ആകെ വരുന്ന ഓരോരോ പേരാണ് ഫോക്സ് വാഗൻ. സോ ഇന്നത്തെ വീട്ടിൽ എൻ്റെ കൂടെ ഉള്ളത് ഫോക്സ് വാഗൻ ലൈനപ്പിലെ ഒരു SUV കാറ്റഗറിയിലെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അറൈവലാണ് ഫോക്സ് വാഗൻ ടൈറോൺ. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് വരുന്ന ഒരു മോഡലും കൂടിയാണ് ടൈറോൺ. ഒരു ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിളും കൂടിയാണ് ഈ ഒരു വെഹിക്കിൾ. സോ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു വെഹിക്കിളിനെ. എന്തൊക്കെ ഫീച്ചേഴ്സ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിലോട്ട് വന്ന സമയത്ത് ചേഞ്ച് ആയിട്ടുള്ളത് ജസ്റ്റ് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് ഹൃദ്യമായി സ്വാഗതം. സോ വെൽക്കം ടു ഒരു ന്യൂ വീഡിയോ. ഫൈനലി ഇതാണ് ഫോക്സ് വാഗൻ ടൈറോൺ എന്ന് പറയുന്ന വെഹിക്കിൾ. ഈ ഒരു ഫോക്സ് വാഗൻ്റെ ലൈനപ്പിൽ ഒരു SUV കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു മോഡലാണ് ഫോക്സ് വാഗൻ ടൈറോൺ. സോ ഒരു ഫോക്സ് വാഗനെ കുറിച്ച് പറയുന്ന സമയത്തും ഒരു ജർമ്മൻ വെഹിക്കിളാണ്. സോ നമ്മൾ ജർമ്മൻ കാർസിനെ കുറിച്ച് പറയുന്ന സമയത്തും അതുപോലെ ജർമ്മൻ ഓട്ടോമാറ്റിക് മാനുഫാക്ചറിനെ കുറിച്ച് പറയുന്ന സമയത്തും ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വെഹിക്കിളാണ് ഫോക്സ് വാഗൻ എന്നൊരു ബ്രാൻഡ്. കാരണം അത്രയധികം ഫാൻ ബേസാണ് ഫോക്സ് വാഗൻ ഇന്ത്യയിൽ ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു ഡ്രീം വെഹിക്കിൾ ലിസ്റ്റിൽ ഒരു വെഹിക്കിളിൽ ഒന്നായിരിക്കും ഒരു ബ്രാൻഡ്, ഫോക്സ് വാഗൻ എന്ന ബ്രാൻഡ്. സോ സ്ട്രൈറ്റ് അവേ ടയറിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നമുക്ക് കണ്ടു തുടങ്ങാം. സോ ഇതാണ് ഓവറോൾ പുതിയ ടയറിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിനൊരു ഗ്രിൽ യൂണിറ്റാണ്. ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിനൊരു ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 360 ക്യാമറ സപ്പോർട്ടറും ഫ്രണ്ടിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫോക്സ് വാഗൻ്റെ ലോഗോ ഇത് ഇല്ലുമിനേറ്റഡ് ലോഗോ കൂടെയാണ്. സോ ഇല്ലുമിനേറ്റഡ് മീൻസ് അത് ലൈറ്റിംഗ് രൂപത്തിലുള്ള ഒരു ഫോക്സ് വാഗൻ ലോഗോയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തുള്ളത്. അതുപോലെ കണക്റ്റഡ് ടൈപ്പ് DRL യൂണിറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ നേരെ താഴെ നമുക്ക് R-ലൈൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു R-ലൈൻ പെർഫോമൻസ് വേരിയൻ്റാണ് ഈ ഒരു വേരിയൻറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഹെഡ് ലാമ്പിൽ സെക്ഷൻ പോവുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റ് LED ലാംപ്സാണ് ഈ ഒരു ഏറ്റവും പുതിയ ഫോക്സ് വാഗൻ ടൈറോന് വന്നുള്ളത്. നേരെ താഴെ എയർ ഡാം യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു കർട്ടൻ ലൈൻസും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു പോർഷനൊക്കെ ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഫ്രണ്ടിൽ 6 പാർക്കിംഗ് സെൻസേഴ്സാണ് ഒരു ടൈറോണ് വന്നുള്ളത്. സോ 1 2 3 4 5 and 6 പാർക്കിംഗ് സെൻസേഴ്സാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തുള്ളത്. അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വന്നുള്ളത്. അറൗണ്ട് 20+ ഫീച്ചേഴ്സും നമ്മൾ ഈ അഡാസിൽ വരുന്നുണ്ട്. റഡാർ സിസ്റ്റം അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ ക്യാമറ ഒരു വിൻഷീൽഡിലാണ് വന്നിട്ടുള്ളത്. റെയിൻ സെൻസ് വൈപ്പേഴ്സും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. സോ എനിക്ക് ഫ്രണ്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു സ്പോർട്ടി അപ്പീരിലാണ്. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി റോഡ് പ്രസൻസ് കിട്ടുന്ന രീതിയിലാണ് ഇതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇനി സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വീൽസ് എന്ന് കണ്ടു തുടങ്ങാം. ഒരു 19 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് ഒരു ടയറോണിന് വന്നിട്ടുള്ളത്. അതുപോലെ അലോയ് പാറ്റേണും കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേണുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു അലോയ് പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 4 വീല് ഡിസ്ക് ബ്രേക്ക് വരുന്നത് പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. സോ അതുപോലെ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറേഴ്സ് കാണാൻ സാധിക്കും. അതിൽ തന്നെ താഴെ 10 ഇൻഡിക്കേറ്റേഴ്സും 360 ക്യാമറ സൈഡ് വ്യൂ സപ്പോർട്ടറും നമുക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. സോ R-ലൈൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും R-ലൈൻ എന്ന് പറഞ്ഞൊരു പെർഫോമൻസ് ബാഡ്ജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും പെർഫോമൻസ് മോഡലും കൂടിയാണ് ഈ ഒരു ടയറോൺ എന്ന് പറയുന്നത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ശരിക്കും അലോയ് പാറ്റേൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം അട്രാക്റ്റീവ് രീതിയിലാണ് അലോയ് പാറ്റേൺസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ബാക്ക് ടു ദ റിയർ പ്രൊഫൈൽ. സോ ഇതാണ് ഓവറോൾ ഇതിലൊരു റിയർ പ്രൊഫൈൽ വരുന്നത്. റിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ടൈലാം യൂണിറ്റാണ്. കണക്റ്റഡ് ടൈപ്പ് ടൈലാം യൂണിറ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. ഈ ലോഗോ ഇല്ലുമിനേറ്റഡ് ലോഗോ കൂടിയാണ് ഇതിൻ്റെ റിയറിൽ കൊടുത്തിട്ടുള്ളത്. ടയറോണിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 4 മോഷൻ ബാഡ്ജിങ്ങും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ കണ്ട സെയിം ആ ഒരു പാറ്റേൺ നമുക്ക് റിയറിലും കാണാൻ സാധിക്കും. ആ ഒരു ഗ്ലോസി ബ്ലാക്കിൽ പാറ്റേൺ. റിയറിലും 6 പാർക്കിംഗ് സെൻസേഴ്സ് വന്നുള്ളത്. 1 2 3 4 5 and 6 പാർക്കിംഗ് സെൻസേഴ്സാണ് ഇതിൻ്റെ റിയറിലും വന്നിട്ടുള്ളത്. റിഫ്ലക്ഷൻ യൂണിറ്റ് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ ഒരു ഡിഫ്യൂസർ പോർഷനും അത്യാവശ്യം നല്ല സ്പോർട്ടി ഫീലാണ് ഡിഫ്യൂസർ പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർപ്പിൻ്റെ ആൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിഫോഗ് ലൈൻസ്, റിയർ വൈപ്പറും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സ്പോയിലർ യൂണിറ്റും അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീലാണ് ഒരു സ്പോയിലർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ബാക്ക് ടു ദ ടെയിൽ ഗേറ്റ്. സോ വൺ ടച്ചിൽ ഓപ്പൺ ആവുന്ന ഒരു ടെയിൽ ഗേറ്റ് യൂണിറ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ തന്നെ ഒരു ബൂട്ട് കപ്പാസിറ്റി. അത്യാവശ്യം സ്റ്റാൻഡേർഡിലുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഒറ്റനോട്ടിൽ കാണുമ്പോൾ തന്നെ. സോ ഇതിന് നേരെ താഴെയാണ് ടൂൾ കിറ്റും സ്പെയർ വീലും കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു പാർസൽ ട്രേ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് അവിടെ നിന്ന് മുതൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. കാരണം നമുക്കൊരു 5 സീറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ 7 സീറ്റർ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് പാർസൽ ട്രേ വെക്കാനായിട്ട് സാധിക്കും. സോ അതുപോലെ തന്നെ നമുക്ക് ഈ 2 സീറ്റും ഫോൾഡ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് റോ ഫോൾഡ് ചെയ്യാം, ഒരു തേർഡ് റോ ഫോൾഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അണ്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ലിവർ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് റോ നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. സോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. സോ ഹുക്കിൻ്റെ മെയിൻ യൂസ് എന്താ വെച്ചാൽ നമുക്കിവിടെ എന്തെങ്കിലും സാധനങ്ങൾ കെട്ടി വെക്കാൻ സാധിക്കും. ലഗേജ് കാര്യങ്ങളൊക്കെ കവറാക്കിയിട്ട് കെട്ടി വെക്കാനുള്ള സാധിക്കും. സോ നമുക്കിവിടെ ഒരു റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു നെറ്റ് കണക്ട് ചെയ്ത് വെക്കാനുള്ള ഹുക്കാണ് ആ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ടൂൾ അടഞ്ഞ് ചാർജും സോക്കറ്റും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റി വന്നുള്ളത്. സോ വൺ ടച്ച് ഓപ്പണിങ്ങും വൺ ടച്ച് ക്ലോസിങ്ങും സാധിക്കും. പവർ ടെയിൽ ഗേറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ഏത് പോർഷനാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റിയർ പ്രൊഫൈലും അതുപോലെ ഫ്രണ്ട് പ്രൊഫൈലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അതുപോലെ അലോയ് വീലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ. സോ നമുക്ക് നേരെ ഇതിൻ്റെ ഇൻറ്റീരിയർ കുറിച്ച് സംസാരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കീ ശരിക്കും ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന കീ ആണ് ഈ ഒരു ടയറോൺ വന്നിട്ടുള്ളത്. ഫോക്സ് വാഗൺ ലോഗോ കൊടുത്തിട്ടുണ്ട്. ലോക്കും അൺലോക്ക് ആൻഡ് ടെയിൽഗേറ്റ് ഓപ്പണിംഗ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് പ്ലസ് ഒരു ക്രോം പ്ലേറ്റിങ്ങോടുള്ള ഒരു കീ ആണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു കീ. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും ഒരു പ്രീമിയം ഫീലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പേഡെന്ന് കണ്ടു തുടങ്ങാം. ഈ ഒരു എലമെൻറ്റ്സ് ശ്രദ്ധിച്ചോ, ഇതെല്ലാം ലൈറ്റിങ് എലമെൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ആംബിലൈറ്റ്സ് ഇല്ലേ അതിൻ്റെ ലൈറ്റിംഗ് ആണ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത്. സോ അത് ഇവിടെയൊക്കെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് ലോക്കും അൺലോക്കും ഡോർ ഹാൻഡിൽ കാണാൻ സാധിക്കും. 4 വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുള്ളത്. സോ അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാണാൻ സാധിക്കും. പിന്നെ അകത്തിരുന്നിട്ട് നമുക്ക് ടെയിൽ ഗേറ്റും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സോഫ്റ്റ് മെറ്റീരിയൽസാണ് ഈ ഒരു പോർഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. സോ ഇനി സീറ്റിങ്ങിനെ കുറിച്ച് പറയേണ്ട സമയത്ത് എർഗോ ആക്റ്റീവ് ഒരു സീറ്റ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. വെൻറ്റിലേറ്റഡ് ആണ്, ഹീറ്റഡും കൂടിയാണ് ഈ ഒരു സീറ്റിംഗ് വരുന്നത്. 8 വേ പവർ അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ്സാണ് ഫ്രണ്ടിൽ 2 സീറ്റിലും വന്നിട്ടുള്ളത്. അതുപോലെ സീറ്റ് മസാജിങ് ഫംഗ്ഷനും കൂടിയുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. മസാജിങ് ഫംഗ്ഷൻ ഞാൻ ഇൻറ്റീരിയറെ കുറിച്ച് സംസാരിക്കേണ്ട സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സോ നമുക്കിവിടെ ധാരാളം കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കൺട്രോൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു പാറ്റേൺ ശരിക്കും സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. AC വെൻറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒരു ഗഡ് മെറ്റാലിക് എലമെൻറ്റും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് നേരെ അകത്തിരുന്ന് നോക്കാം. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൽ കണ്ടു തുടങ്ങാം. ശരിക്കും ഒരു പ്രീമിയം ക്വാളിറ്റി ആൻഡ് സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീല് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഫോക്സ് വാഗൻ്റെ ഒരു ലോഗോടി വരുന്ന ഒരു സ്റ്റിയറിംഗ് വീല് വന്നുള്ളത്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ക്രൂയിസ് കൺട്രോൾ അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് കൺട്രോൾ ഓപ്ഷൻസ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഈ റൈറ്റ് സൈഡിൽ പോകുകയാണെങ്കിൽ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ധാരാളം ഇൻഫർമേഷൻ അറിയുന്ന ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഏറ്റവും പുതിയ ടയറോൺ വന്നുള്ളത്. ഈ ലേഔട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും. നാവിഗേഷൻ വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഈ ഒരു ടയറോൺ വന്നിട്ടുള്ളത്. ഫുള്ള് ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റാണ് വന്നിട്ടുള്ളത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഗിയർ നോബ് സെലക്ഷൻ ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ആൻഡ് വൈപ്പർ കൺട്രോൾസ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലും കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് സ്റ്റിയറിംഗ് വീലും ആർലൈൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ക്യാബിൻ എന്ന് പറയുന്നത്. ഹർമൻ കാറിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടും നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ഹർമൻ കാറിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൽ. സോ ഇനി നേരെ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം ഒരു 20 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ വന്നുള്ളത്. ധാരാളം ഇൻഫർമേഷൻ അതുപോലെ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ
ലൈറ്റ് ആംബിലൈറ്റ്സ് അറൗണ്ട് 60+ കളേഴ്സും നമുക്കിതിൽ വരുന്നുണ്ട്. സോ നമുക്ക് സീറ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ മസാജിങ് സീറ്റ് വന്നുള്ളത് ഇത് ഡ്രൈവർ സൈഡ് പാസഞ്ചറിൽ. ധാരാളം മോഡ്സും നമുക്കിതിൽ വരുന്നുണ്ട് സീറ്റിംഗ് മസാജിൽ. ജസ്റ്റ് കാണിച്ചു തരാം. സ്റ്റാർട്ട്. ഇപ്പോൾ എൻ്റെ ഡ്രൈവർ സൈഡിൻ്റെ മസാജ് സീറ്റ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. സോ നമുക്കിതിൽ കാണാൻ സാധിക്കും ഏത് പോർഷനിലാണ് എങ്ങനെയാണ് മസാജ് സീറ്റ് വർക്ക് ചെയ്യണത് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. സർക്കിൾസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഇട്ടുള്ളത്. കണ്ടോ, ധാരാളം ഓപ്ഷൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. സോ നേരെ സ്റ്റോപ്പ് ചെയ്തേക്കാം. അതുപോലെ നമുക്ക് ഓഫ് റോഡ് എന്നൊരു മോഡുണ്ട്. ആ ഒരു മോഡിൽ നമുക്ക് സ്റ്റിയറിംഗ് ആംഗിൾ, സ്റ്റിയർ ഏത് ഡിഗ്രി തിരിച്ചെന്ന് നമുക്കൊക്കെ അതിൽ അറിയാൻ സാധിക്കും. ഹിൽ ഡിസിൻ്റെ കൺട്രോൾ, ട്രാഷിങ്ങൾ ഓഫുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തുള്ളത്. പ്രൊഫൈൽ സെലക്ഷൻ കാണാനായിട്ട് സാധിക്കും. സോ അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാനും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ഓപ്ഷൻ എടുത്ത് നമുക്ക് ഡ്രൈവ് മോഡ്സും സോ നമുക്ക് ഇതിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻസ് നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ വൺ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, എക്കോ, കംഫർട്ട്, സ്പോർട്ട് എന്നീ 3 ഡ്രൈവ് മോഡ്സും ഇൻഡിവിജ്വലി ഓഫ് റോഡ്, സ്നോ എന്ന 3 ടെറൈൻ മോഡ്സും വരുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിൻ്റെ രീതിയിൽ വരുന്നുണ്ട്. സ്പോർട്ട് മോഡ്, കംഫർട്ട്, എക്കോ ഡ്രൈവ് മോഡ്സ് ആണ് വന്നുള്ളത്. സോ നമുക്ക് നേരെ താഴെ സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സിൽ നമുക്ക് ധാരാളം ആക്സസിബിലിറ്റി കിട്ടും. നാവിഗേഷൻ വരുന്നുണ്ട്. നമുക്ക് ഏതാണ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് നാവിഗേഷൻ ഓൺ ആക്കിയിട്ട് പാർക്ക് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓട്ടോ പാർക്കിംഗ് കൂടി ഫംഗ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഓട്ടോ പാർക്കിംഗ് മീൻസ് നമ്മൾ മാനുവലി ഒന്നും ചെയ്യാതെ വണ്ടി ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് പാർക്കിംഗ് ചെയ്യുന്ന ഓപ്ഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. സോ അതിന് നേരെ താഴെ ഫിസിക്കലായിട്ടുള്ള കൺട്രോൾ യൂണിറ്റ് കാണാൻ സാധിക്കും. സൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നേരെ താഴെ AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, താഴെ 2 ഫോൺ വയർലെസ് ചാർജ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 2 C-പോർട്ട് ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. സോ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റോപ്പ് ബട്ടൺ, അതുപോലെ തന്നെ ടെറൈൻ സെലക്ഷനും വോളിയനും ഇതിലാണ് വന്നിട്ടുള്ളത്. ടെറൈനും വോളിയം നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം. ഓട്ടോ പാർക്കിംഗ് ബ്രേക്ക് കാണാനായിട്ട് സാധിക്കും. സോ 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്തിട്ട് വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആക്കി യൂസ് ചെയ്യാനും സാധിക്കും. സോ ഹാൻഡ് റെസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയും ഈ ഒരു ഓപ്ഷൻ നമുക്ക് റിമൂവ് ചെയ്തതിന് അവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ആ ഒരു പോർഷനിലും. ഞാനത് ക്ലോസ് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, എക്സ്റ്റെൻഡബിൾ തൈ സപ്പോർട്ട്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ധാരാളം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ലൈറ്റിംഗ് എലമെൻറ്റ്സ് ആണ്, ആംബുലൻസിൻ്റെ എലമെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതൊരു ഡേ ടൈമാണ് എത്ര വിസിബിൾ എന്ന് അറിയില്ല, പക്ഷേ നൈറ്റ് ടൈമിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെയും ആർലൈൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സോഫ്റ്റ് മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് മെറ്റാലിക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സോഫ്റ്റ് മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്ക്രാച്ച് പ്രൂഫും കൂടിയാണ് ആ ഒരു മെറ്റീരിയൽ. സോ ഗ്ലോ ബോക്സ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുള്ളത്. ഹർമഗാൻ്റെ മ്യൂസിക് സിസ്റ്റം അവിടെയും കാണാൻ സാധിക്കും. മിറർ വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്. പാസഞ്ചറിലും മിറർ വിത്ത് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. സോ റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ് ആയ റിയർ വ്യൂ മിറേഴ്സ് കൊടുത്തിട്ടുള്ളത്. റീഡിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. സൺ റൂഫ്, ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ സൺ റൂഫാണ് ഈ ഒരു ടൈറോൺ വന്നിട്ടുള്ളത്. അത്യാവശ്യം മാസീവ് സൈസിൽ ഒരു സൺ റൂഫ് വന്നത് കണ്ടോ. ഇതിൽ സ്വിച്ച് കാര്യങ്ങളൊന്നും വന്നില്ല, ജസ്റ്റ് സ്വൈപ്പിംഗ് ആണ് വന്നിട്ടുള്ളത്. കണ്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അത്യാവശ്യം നല്ല മാസീവ് സൈസിലെടുത്തിട്ട് സൺ റൂഫ്. രണ്ട് ക്ലോസ് ചെയ്തേക്കാം. ഫസ്റ്റ് നമുക്ക് ഷെയ്ഡ് ക്ലോസ് ചെയ്യാം, എന്നിട്ട് ക്ലോസ് ചെയ്താൽ രണ്ടും കണ്ട് ക്ലോസ് ആയിക്കോളും. പിന്നെ ഫുള്ളി ഒരു ബ്ലാക്ക് തീമിൽ ഇൻറ്റീരിയറാണ് ഇതിന് വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീലും ലഭിക്കും ഈ ഒരു ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ തീമാണ് ബ്ലാക്ക്. സോ എല്ലാവരും ഇപ്പോൾ ഒരു ബീച്ച് കളർ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലും ബ്ലാക്കിലോട്ട് കൺവേർട്ട് ആവും. അത്രയധികം സ്പോർട്ടി ഫീലാണ് ഈ ഒരു ശരിക്കും ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ളത്. സോ ഇനി ഇതിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേസസ് ആയുള്ള ഒരു സെക്കൻഡ് റോ ആണ് ഒരു ടൈറോൺ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പേഡ് നിന്ന് കണ്ടു തുടങ്ങാം. ഇവിടെയും ആ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ സ്റ്റിച്ചിങ്ങും നമുക്കത് കാണാൻ സാധിക്കും. വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇതിൻ്റെ ഒരു വിൻഡോ യൂണിറ്റ് വന്നുള്ളത്.
കർട്ടൻ കാണാനായിട്ട് സാധിക്കും. സോ നമുക്കിവിടെ ലോക്കും അൺലോക്കും കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സോ നേരെ അകത്തോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടോ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെഗ് റൂം വരുന്നുണ്ട്. ഇത്രയും ലെഗ് റൂം ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ബെസ്റ്റ് നമുക്ക് എടുത്തു വരാൻ സാധിക്കും. ഈ ഒരു ലെഗ് റൂമിനെ കുറിച്ച് പറയുന്ന സമയത്ത് പാർസൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റിൽ ഒരു ഡുവൽ കൺസോൾ ഒരു AC ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. സോ നമുക്കിവിടെ ഒരു 2 C-പോർട്ട് ചാർജിങ് സോക്കറ്റും വന്നിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു ടണൽ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്കൊരു 3 പേർക്ക് നല്ല കംഫർട്ടബിളി യാത്ര ചെയ്യാൻ സാധിക്കും. സോ ഇവിടെയും ഒരു ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് അത്യാവശ്യം വലിയൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഒരു ലിവർ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കപ്പ് ഹോൾഡേഴ്സും കാണാനായിട്ട് സാധിക്കും. 2 കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്നാക്സ് കാര്യങ്ങൾ വെച്ചിട്ട് കപ്പ് ഹോൾഡും അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. സോ റീഡിങ് ലാംപ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. LED ലാംപ്സാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ളി ബ്ലാക്ക് ഇൻറ്റീരിയർ കാരണം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ. സോ നമുക്ക് നേരെ ഇതിൻ്റെ സെക്കൻഡ് റോ കണ്ടിട്ട് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ലീവർ പിടിച്ച് ഫ്രണ്ടിലോട്ട് ആക്കാം. എന്നിട്ട് ജസ്റ്റ് ഫോൾഡ് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ നേരെ കയറി നോക്കാം. സോ ഇതാണ് ഇതിനൊരു തേർഡ് റോ വരുന്നത്. തേർഡ് റോ മിക്കതും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സോ അത്യാവശ്യം നല്ല സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല സ്പേസും ലഭിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ചാർജിങ് സോക്കറ്റും സീറ്റ് ബെൽറ്റ് ഓപ്ഷൻസും നമുക്കവിടെ കാണാൻ സാധിക്കും. റൂഫിൽ നമുക്ക് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂം ലഭിക്കുന്നുണ്ട്. തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം എക്സ്റ്റെൻഡ് കാരണം കുട്ടികൾ അടിപൊളി കംഫർട്ടിൽ ഇരിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു സെക്കൻഡ് റോയിൽ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ഇനി എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 2 ലിറ്റർ TSI ടർബോ എൻജിനാണ് ഒരു ടൈറോണിന് വന്നിട്ടുള്ളത്. ഇൻലൈൻ 4 സിലിണ്ടർ അറൗണ്ട് 201 bhp പവറും 320 Nm ടോർക്കും ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ്, ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. സോ അത്യാവശ്യം നല്ലൊരു പവർ ഫിഗേഴ്സ് വരുന്നുണ്ട്. ഓൾ വീൽ ഡ്രൈവും കൂടിയാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. അത്യാവശ്യം നല്ലൊരു പവർ ഫിഗേഴ്സ് ഈ ഒരു വെഹിക്കിൾ നമുക്ക് ഔട്ട്പുട്ട് തരുന്നതാണ്. ഹൈഡ്രോളിക് ഓപ്പൺ ആണ് ഹുഡാണ് ഈ ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത്. സോ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു എൻജിനും കൂടിയാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എൻജിൻ ബേ വരുന്നത്. സോ ഫൈനലി ഇതാണ് Volkswagen ടൈറോൺ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഈ ഒരു വെഹിക്കിളിനെ കുറിച്ച് അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ആണോ അതിൻ്റെ പെർഫോമൻസ് ആണ് ഇഷ്ടം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. സോ നമുക്കിന്ന് വെഹിക്കിൾ തന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ഹെഡ് ഓഫീസ് Volkswagen ഷോറൂമായ ഫിനിക്സ് ഷോറൂമിൽ നമുക്കിന്ന് വെഹിക്കിൾ തന്നുള്ളത്. ഇവിടെ സെയിൽസും അതുപോലെ സർവീസും അവൈലബിൾ ആണ്. സോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് വെഹിക്കിൾ കിട്ടും. സോ നെക്സ്റ്റ് വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് ഫ്രം ഷാൻ CRZ ടൈറോൺ ഡീറ്റെയിൽ റിവ്യൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.